ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജഡായു നാഷണൽ പാർക്കാണ്, കൊല്ലം ചടയമംഗലത്തുള്ള. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരുമിച്ച് പോകാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പ്രകൃതി ഭംഗിയാലും ഒക്കെ സൂപ്പറാണ് ഈ സ്ഥലം. അപ്പോൾ റോപ്പ് കാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. 3 റോപ്പ് കാറാണ് അറ്റ് എ ടൈം പോയി കണ്ടത്. അപ്പോൾ 8 പേർക്ക് ഒരു റോപ്പ് കാറിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കാൽനടയായിട്ട് പോകാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫിറ്റായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട്. എങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ അങ്ങനെ നടന്ന് കയറുന്നതായിട്ട് ആരും തന്നെ കണ്ടിരുന്നില്ല. കാരണം കുറച്ച് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഏരിയയും ധാരാളം സ്റ്റെപ്സ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തത് റോപ്പ് കാർ തന്നെയാണ്. നമ്മുടെ പിന്നിലായിട്ട് മറ്റ് 2 റോപ്പ് കാർ കൂടെ വരുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാം. അത്യാവശ്യം സ്ലോപ്പിംഗ് ആയിട്ടൊക്കെ അതുപോലെ കുത്തനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് റോപ്പ് കാറിൽ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു നാഷണൽ പാർക്കിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് അകലെ നിന്ന് കാണാം ആ ഒരു ജഡായുടെ ശില്പം. പിന്നെ അതുപോലെ തന്നെ ഹെലിപ്പാഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിലേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജഡായു ശില്പം എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം ഒരു 200 അടി നീളവും 150 അടി വീതിയും അതുപോലെ 70 അടി ഉയരവുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോഴേക്കും. അപ്പോൾ ഈ ജഡായു എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ സീതയെ രാവണനിൽ നിന്ന് രക്ഷിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റതാണ്, അതിവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പറായിട്ടുള്ളൊരു ശില്പമാണ്. നമുക്ക് ചുറ്റി നടന്ന് വളരെയധികം മനോഹരമായിട്ട് തന്നെ ഒരുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരുമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളം പേര് അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു താനും. അപ്പോൾ എന്നാലും നമുക്ക് സൗകര്യം പോലെയൊക്കെ എല്ലായിടത്തും നടന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ ധാരാളം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുക. സൂപ്പറായിട്ടുള്ളൊരു പ്ലേസാണ്. ഓക്കെ, താങ്ക് യു.